ഞങ്ങൾക്ക് പോസ്റ്റിംഗ് ഡേ ആട്ടോ. അതുകൊണ്ട് കോട്ടൊക്കെ ഇട്ട് ബാഗൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടുന്ന് കോമൺ റൂം. ഇവിടെ നിന്ന് അറ്റൻഡൻസ് ഒക്കെ എടുത്തിട്ട് എല്ലാവരും അങ്ങ് സ്പ്ലിറ്റ് ആയിട്ട് അവരെ ഇൻചാർജ് ചെയ്തിരിക്കുന്ന സ്ഥലത്തോട്ട് പോയി. എനിക്ക് ഇഞ്ചക്ഷൻ റൂം ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്ന് ഇഞ്ചക്ഷൻ എടുക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടാട്ടോ വന്നത്. അങ്ങനെ ഒരു 2 മണിക്കൂറത്തെ ക്ലാസ്സിന്റെ ഒടുവിൽ ഇഞ്ചക്ഷൻ എടുക്കുന്ന എങ്ങനെയാണെന്ന് അവിടുത്തെ നിൽക്കുന്ന നേഴ്സ് നല്ലതുപോലെ പഠിപ്പിച്ചു. പിന്നെ കുറെ നേരം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഒരു പേഷ്യന്റ് വന്നപ്പോൾ നേഴ്സിന്റെ ഹെൽപ്പോടെ ഒരു അമ്മച്ചിക്ക് ചെറുതായിട്ടൊരു ഇഞ്ചക്ഷൻ വെച്ച്. നേഴ്സ് കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അമ്മച്ചിയെടുത്ത് വെച്ച് വേദനിച്ചോന്നില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പാറിന് ഇവിടെ ഇരിക്കാൻ പറ്റാത്ത വയറുവേനായി. സംഭവം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയും ചാമ്പയ്ക്കും എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചാൽ കഴിച്ചു. പിന്നെ പറയണ്ടാലോ, വേദന ഭയങ്കരമായിട്ട് കൂടിയപ്പോഴേക്കും ഞങ്ങൾ അങ്ങ് ഡോക്ടറിനെ കാണിക്കാന്ന് വിചാരിച്ചു. ഒന്നില്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുകയല്ലേ. പിന്നെ ഓടിപ്പോ ഒരു ഒ.പി. കാർഡ് എടുത്തിട്ട് നേരെ ഡോക്ടറിനെ കണ്ടു. കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പിന്നെ കുറച്ച് വഴക്കം കേട്ടിട്ട് മെഡിസിൻ എഴുതി തന്നു. അതൊക്കെ കഴിച്ചപ്പോൾ ആര് കുറച്ച് ഓക്കെ ആയിട്ടോ. പിന്നെ ഞങ്ങൾക്ക് ലഞ്ച് ബ്രേക്ക് ആയി. അതിപ്പോ കറക്റ്റ് 1 മണിയാകുമ്പോൾ എവിടെ ആയാലും ഓടി ക്യാൻറ്റീനിലോട്ട് വരും. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഹോസ്പിറ്റലിന്റെ വെളിയിൽ വന്ന് കുറച്ചു നേരം ഒന്ന് ഇരിക്കും കേട്ടോ. കാരണം അവിടെ ഭയങ്കര കാറ്റാ. കാരണം ഭയങ്കര ചൂടല്ലേ. അവരവരുടെ വാളിലെ പേഷ്യന്റിലേക്ക് ഓരോ കഥകളൊക്കെ പറഞ്ഞ് കുറച്ച് ഇരിക്കുമ്പോഴേക്കും ലഞ്ച് ബ്രേക്ക് കഴിയും. നമ്മൾ നേരെ ഇൻചാർജ് ചെയ്തേക്കുന്ന സ്ഥലത്തോട്ട് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ ഫുൾ ഒടുക്കത്തെ പഠിത്തമാണ്. കാരണം ഫാക്കൽറ്റി വന്നിട്ട് തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ടൈം ആട്ടോ വൈവ. അത് അറ്റൻഡ് ചെയ്താലേ നമുക്ക് സൈൻ കിട്ടത്തുള്ളൂ. അങ്ങനെ പിന്നെ ഒടുക്കത്ത് അങ്ങോട്ട് പഠിത്തം അങ്ങ് തുടങ്ങും. പിന്നെ വൈവയൊക്കെ അറ്റൻഡ് ചെയ്തപ്പോഴേക്കും പോകാനുള്ള ടൈമായി. എല്ലാവരും അവരവരെ പോസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് നേരെ റൂമിലോട്ട് പോകും. അപ്പൊ അത്രയോളം ഓക്കെ ബൈ.